നീ എന്നെ വിളിച്ചോ? നീ എന്നെ വിളിച്ചോ? നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദിക്കുക ആളുകളോട്, നീ എന്നെ വിളിച്ചിരുന്നോ അല്ലെ നീ എന്നെ വിളിച്ചോ എന്നുള്ളത് എങ്ങനെ ചോദിക്കാം? ഡിഡ് യു കോൾ മീ? ഡിഡ് യു കോൾ മീ എന്ന് ചോദിക്കാം. നിനക്ക് അത് അറിയില്ലേ? നിനക്ക് അത് അറിയില്ലേ? ഡോണ്ട് യു നോ ദാറ്റ്? ഡോണ്ട് യു നോ ദാറ്റ്? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മീ? വളരെ സിമ്പിളായിട്ട് ചോദിക്കാതെ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ചെയ്തത് മനസ്സിലായോ എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ആ സെൻറ്റൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഡ് യു ഗെറ്റ് മീ എന്ന ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞതായാലും ഞാൻ ചെയ്തതായാലും എല്ലാം എന്ത് വരുമ്പോഴും നമുക്ക് ഡിഡ് യു ഗെറ്റ് മീ എന്ന് ചോദിക്കാം. ഇന്ന് വൈകിട്ട് അവൾക്കൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് അവൾക്ക് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, പങ്കെടുക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു, സിംഗുലർ ആണെങ്കിൽ ഹാസ് ടു, ഇവിടെ അവളാണ് ഒരാളാണ്, സോ ഹാസ് ടു ആണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ എന്താ വരിക? ഷി ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ദിസ് ഈവനിങ്. ഇന്ന് വൈകിട്ട് അവൾക്കൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്, ചെയ്യാനുണ്ട് എന്നാണ്. അതുകൊണ്ട് ഷി ഹാസ് ടു അറ്റൻഡ് എ മീറ്റിംഗ് ദിസ് ഈവനിങ്. ഈ ജോലി ചെയ്തു തീർക്കാൻ നിനക്ക് എത്ര സമയം വേണം? How long will it take you to finish this work? How long will it take you to finish this work? എനിക്ക് ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കാനുണ്ട്. ഇത് നോക്കൂ, വീണ്ടും ചെയ്യാനുണ്ട്, അപേക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ വരിക? ഐ ഹാവ് ടു അല്ലെങ്കിൽ ഹി ഹാസ് ടു. ഹി ആണെങ്കിൽ ഹാസും, ഐ അല്ലെങ്കിൽ വി ആണെങ്കിൽ ഹാവ് എന്നാണ് വരിക. സോ ഐ ഹാവ് ടു അപ്ലൈ ഫോർ എ ന്യൂ ജോബ്. ഹാവ് ടു, എനിക്ക് ചെയ്യാനുണ്ട്, അപേക്ഷിക്കാനുണ്ട്, അതായത് ഹാവ് ടു. ഐ ഹാവ് ടു അപ്ലൈ ഫോർ എ ന്യൂ ജോബ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഐ ഡോണ്ട് തിങ്ക് സോ. നീ നാളെ വരുമോ? നീ നാളെ വരുമോ? വിൽ യു കം ടുമോറോ? വിൽ യു കം ടുമോറോ? നമുക്ക് ഊണ് കഴിച്ചാലോ? നമ്മളൊരാൾ ചോദിക്കണം അല്ലേ, ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ രാവിലത്തെ ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ എങ്ങനെ ചോദിക്കാം? ഷോൾ വി ഹാവ് ലഞ്ച്? ഷോൾ വി ഹാവ്, ഊണ് എന്ന് പറയുന്നത് ഉച്ചത്തെ ഭക്ഷണം എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഊണിന് മീൽസ് എന്നാണ് പറയാം. പക്ഷേ ഷോൾ വി ഹാവ് ലഞ്ച് എന്ന് പറഞ്ഞാൽ അല്ല, എല്ലാം ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഷോൾ വി ഹാവ് ലഞ്ച്. ഓക്കെ. അവൻ പുക വലിക്കാറില്ല. അവൻ പുക വലിക്കാറില്ല. ഹി ഡസ് നോട്ട് സ്മോക്ക്. ഹി ഡസ് നോട്ട് സ്മോക്ക്. ഈ വരുമ്പോൾ ഡിഡ് എന്നത് ഉപയോഗിക്കരുത്. ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസ് എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ്. പല ആളുകളും തെറ്റിക്കാറുണ്ട്. ഈ ഡിഡ് നോട്ട് സ്മോക്ക് എന്ന് പറയാറൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ഈ ഡസ് നോട്ട് സ്മോക്ക്. ഈ ആയാലും ഷീ ആയാലും ഡസ് എന്നതാണ് വരിക. ഈ ഡസ് നോട്ട് സ്മോക്ക്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഐ കനോട്ട് ഹെൽപ്പ് യു. ഐ കനോട്ട് ഹെൽപ്പ് യു. ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you more than anything in this world. I love you more than anything in this world. അവർ എന്നെ അപമാനിച്ചു. അവർ എന്നെ അപമാനിച്ചു. They humiliated me എന്നാണ് വാക്ക് humiliated. ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ, അപമാനിച്ചു, പരിഹസിച്ചു, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. പല സിറ്റുവേഷനിലും നമുക്ക് ഈ വേർഡ്സ് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റാതെ വരാറുണ്ട്. സോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ഓക്കെ. അവർ എന്നെ അപമാനിച്ചു എങ്ങനെ പറയാം? ദേ ഹ്യൂമിലിയേറ്റഡ് മീ. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.